ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഏസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ് എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മീൻസ് വൺ പാർട്ടി ഫെയിൽസ് ടു ഫുൾഫിൽ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രീഡ് അപ്പോൺ ഇൻ എ വാലിഡ് കോൺട്രാക്റ്റ് വിത്തൗട്ട് എ ലോഫുൾ എക്സ്ക്യൂസ്. അതായത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ഏർപ്പെടുമ്പം അവർ കുറേ ടേംസും കണ്ടീഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അതിലെ ഏതെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് എ ലീഗലി ബൈൻഡിങ് പ്രോമിസ്. ഒരു ലീഗലി ബൈൻഡ് ചെയ്തിരിക്കുന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ദാറ്റ് ഈസ്, ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ദ അതർ പാർട്ടിക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എ, ബി എന്ന് പറഞ്ഞ രണ്ട് പാർട്ടീസ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാതെ വന്നാൽ ബിക്ക് എന്തൊക്കെ റെമഡീസാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്, ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആൻഡ് സ്യൂട്ട് ഫോർ ഇഞ്ചങ്ഷൻ. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് റെമഡീസാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. Rescission of a contract means cancelling or revoking the agreement so that it is treated as if it never existed. റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അഗ്രിമെൻ്റ് എല്ലാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഒരു കോൺട്രാക്റ്റ് അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്റ്റിനെ അവിടെ ക്യാൻസൽ ചെയ്യുന്നു. When a contract is resigned, both parties are released from their obligations. ഒരു കോൺട്രാക്റ്റ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷനിൽ നിന്നും കൂടെ റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് എനി ബെനിഫിറ്റ് ഓർ പേയ്മെൻറ്റ്സ് മെയ്ഡ് മസ്റ്റ് യൂഷ്വലി ബി റീഫണ്ടഡ്. അതായത് ഇതുവരെ ചെയ്ത കോൺട്രാക്റ്റിൽ നടന്ന പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് രണ്ട് പാർട്ടീസിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം. അതാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, എ പ്രോമിസസ് ടു ബി ടു സപ്ലൈ 15 ടേബിൾ ഫാൻസ് ഓൺ എ സെർട്ടൈൻ ഡേ. അതായത് എ ബിയോട് പ്രോമിസ് ചെയ്യാണ് 15 ടേബിൾ ഫാൻസ് ഒരു പെർട്ടിക്കുലർ ഡേയിൽ കൊടുക്കാം. ആൻഡ് ബി അഗ്രീസ് ടു പേ ദ പ്രൈസ് ആഫ്റ്റർ ദ റെസിപ്റ്റ് ഓഫ് ദ ഫാൻസ്. അപ്പം ബി എന്ത് ചെയ്തു, ഫാൻ റിസീവ് ചെയ്തതിന് ശേഷം പൈസ കൊടുക്കാം എന്നുള്ള അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ആൻഡ് എ ഡസ് നോട്ട് സപ്ലൈ ദ ഗുഡ്സ് ആൻഡ് ബി ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ലാബിലിറ്റി ടു പേ ദ പ്രൈസ്. അതായത് എ എന്ത് ചെയ്തില്ല, 15 ടേബിൾ ഫാൻസ് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ ബിക്ക് അതിനുള്ള എമൗണ്ട് കൊടുക്കേണ്ട കാര്യവും ഇല്ല. അതാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് റെമഡിയാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന നഷ്ടങ്ങൾ. ഓക്കെ, വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട് സഫേഴ്സ് എ ലോസ് ഡ്യൂ ടു ദ അതർ പാർട്ടീസ് ബ്രീച്ച്, ദേ ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ടു റിക്കവർ ഡാമേജസ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടത്തിയാൽ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ദേ ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ടു റിക്കവർ ദ ഡാമേജസ്. അവർക്ക് കോടതിയിൽ പോയിട്ട് ഡാമേജസ് റിക്കവർ ചെയ്തെടുക്കാം. മണി അവാർഡഡ് ടു പ്ലേസ് ദം ഇൻ ദ പൊസിഷൻ ദേ വുഡ് ഹാവ് ബീൻ ഇൻ ഇഫ് ദ കോൺട്രാക്ട് ഹാഡ് ബീൻ പെർഫോംഡ്. അതായത് ആ ഡാമേജസ് എന്തിനാണ് റീപേ ചെയ്യുന്നത്, അവർക്ക് ആ കോൺട്രാക്റ്റ് അവിടെ നടന്നിട്ടേ ഇല്ലായിരുന്നെങ്കിൽ അവർ ഏത് പൊസിഷനിൽ, ഫിനാൻഷ്യൽ പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ തന്നെ അവർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാമേജസ് റിക്കവർ ചെയ്യുന്നത്. സോ അതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റെമഡിയാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. The term quantum merit means as much as earned or as much as deserved. അതായത് ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത് എത്രയാണോ ഏൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ ഒരാൾ ഡിസേർവ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡി ആയിട്ട് ക്വാണ്ടം മെറിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു എ ക്ലെയിം ഫോർ റീസണബിൾ റീപേയ്മെൻറ്റ് ഫോർ ദ വർക്ക് ഡൺ ഓർ സർവീസസ് റെൻഡേഡ് when there is no specific contract or when a contract becomes void or is breached but part of the work has already been performed. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ആവുകയാണ്, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കേസിലാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, ഒരു വ്യക്തി ഒരു വർക്കറെ വീട് പെയിൻ്റ് അടിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ആ പെയിൻ്റ് അടിക്കുന്ന വർക്കർ ഒരു റൂം മുഴുവൻ പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് വർക്ക് ഏൽപ്പിച്ച വ്യക്തി പറയുകയാണ്, വീടിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, വേണ്ട, ഞാൻ പെയിൻ്റ് അടിക്കുന്നത് നിർത്തി വെച്ചിരിക്കുകയാണ്, എൻ്റെ വീട് പെയിൻ്റ് അടിച്ച് തരണ്ട എന്ന് പറയുന്നത്.
പക്ഷേ ഇവിടെ ആ വർക്കർ എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടി അവരുടെ ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു റൂം പെയിൻ്റ് അടിച്ചതിനുള്ള എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടാൻ ആര് ഡിസേർവ് ചെയ്യുന്നുണ്ട്? ആ വർക്കർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടി അവർക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. നെക്സ്റ്റ് വണ്ണാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. It is a legal remedy in which the court orders the defaulting party to perform their contractual obligations instead of merely paying damages. അതായത് ഇതൊരു കോർട്ട് ഓർഡറാണ്. എന്താണ്, ആരാണോ ഒബ്ലിഗേഷൻസ് ചെയ്യാത്ത പാർട്ടി അവരോട് കോർട്ട് പറയുകയാണ് ഇന്ന കാര്യം പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒബ്ലിഗേഷൻ ചെയ്ത് തീർക്കണം, അല്ലാതെ ഡാമേജസ് അല്ലെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഇന്ന കാര്യം ചെയ്ത് തന്നെ തീർക്കണം എന്ന് പറയുന്നതിനാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ മോണിറ്ററി കോമ്പൻസേഷൻ ഈസ് ഇൻഎഡിക്വേറ്റ് ആൻഡ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് ഈസ് നെസസറി ടു ഡു ജസ്റ്റിസ്. ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ വരുന്ന സിറ്റുവേഷൻ എവിടെയാണെന്ന് വെച്ചാൽ, ഒരു ആൾ ഒരു ഒബ്ലിഗേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വെറും പൈസ കൊടുത്തുകൊണ്ട് അതിനൊരു ആക്ച്വൽ കോമ്പൻസേഷൻ വരാത്ത സിറ്റുവേഷൻസിലാണ് സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് കോർട്ട് ഓർഡർ ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. A suit for injunction is a legal action where a party requests the court to issue an order restraining the other party from doing a particular act or compelling them to do a specific act. അതായത് ഇതും ഒരു കോർട്ട് ഓർഡറാണ്. വേർ എ പാർട്ടി റിക്വസ്റ്റ് ദ കോർട്ട്, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടിയിൽ ഒരു പാർട്ടി കോർട്ടിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ടു ഇഷ്യൂ ആൻ ഓർഡർ റീസ്ട്രെയിനിങ് ദ അതർ പാർട്ടി ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. അതായത് ഒരു കോർട്ട് ഓർഡർ പുറപ്പെടുവിക്കണം, എൻ്റെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന അതർ പാർട്ടി ഇന്ന ഒരു ആക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന ഒരു സ്പെസിഫിക് ആക്ട് തന്നെ ചെയ്യണം എന്ന് ഒരു സ്പെഷ്യൽ കോർട്ട് ഓർഡർ പുറപ്പെടുവിപ്പിക്കുന്നതിനാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ റെമഡിയാണ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ് ക്യൂ ഓർ പ്രിവെൻറ്റ് ഹാം ദാറ്റ് കനോട്ട് ബി അഡിക്വേറ്റ്ലി കോമ്പൻസേറ്റഡ് ബൈ മണി. അതായത് കോൺട്രാക്റ്റ് നടക്കാതെ വന്നാൽ വരുന്ന ഹാം അല്ലെങ്കിൽ ഡാമേജസ് മണി കൊണ്ട് നികത്താൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ അല്ലെങ്കിൽ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ നടത്തുക. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, ഒരു ആക്ട്രസ് ഒരു ഫിലിമിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തു. അപ്പം ആ ഫിലിമിൻ്റെ ഡയറക്ടേഴ്സ് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മറ്റൊരു ഫിലിമിലും ഏർപ്പെടാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു ഫിലിം കമ്മിറ്റ് ചെയ്യരുത് എന്ന് കോൺട്രാക്റ്റ് എഴുതുകയാണ്. ബട്ട് ആ ഒരു സിറ്റുവേഷൻ കോൺട്രാക്റ്റ് എഴുതിയതിന് ശേഷവും ആ ഒരു ആക്ടർ വേറൊരു ഫിലിം ഈ ടൈം പീരീഡിൽ അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കോർട്ട് ഓർഡർ എടുക്കാം. അതിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ 5 റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ്. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ്? ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടത്തിയാൽ അതിന് എന്തൊക്കെ റെമഡീസാണ് അതർ പാർട്ടിക്കുള്ളത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്